നമസ്കാരം. സിനിമകളിൽ വില്ലൻ കഥാപാത്രമായി തിളങ്ങിയ അച്ഛൻ ബാലൻ കെ നായരുടെ അതേ പാതയിൽ തന്നെ പിന്തുടർന്ന് മകൻ മേഘനാഥൻ. അഭിനയിച്ച സിനിമകളിലെല്ലാം തന്നെ വില്ലൻ കഥാപാത്രമായി തിളങ്ങിയ താരം. എന്നാൽ അധികം അവസരം താരത്തെ തേടി എത്തിയിരുന്നില്ല. എന്നാൽ അതിൽ മേഘനാഥന് ഒട്ടും വിഷമം ഉണ്ടായിരുന്നില്ല. സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും അച്ഛന്റെ പാത പിന്തുടർന്ന മകനാണ് മേഘനാഥൻ. വില്ലനായിരുന്നു സിനിമയിൽ എങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ തന്റെ അച്ഛനോളം സിമ്പിളായിരുന്നു അദ്ദേഹം. മലയാള സിനിമയിൽ വില്ലൻ വേഷങ്ങളിൽ അത്രയേറെ വെറുപ്പിച്ച നടനായിരുന്നു ബാലൻ കെ നായർ. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹത്തോളം നല്ല മനുഷ്യനില്ല എന്ന് അടുത്ത സുഹൃത്തുക്കളും നാട്ടുകാരും പറഞ്ഞിരുന്നു. അതേ നന്മ തന്നെയാണ് ബാലൻ കെ നായർ തന്റെ മക്കൾക്കും പകർന്നു നൽകിയത്. സിനിമകളിൽ വിറപ്പിച്ച വില്ലനായിരുന്നുവെങ്കിലും ജീവിതത്തിൽ മേഘനാഥനും പച്ചയായ മനുഷ്യനായിരുന്നു. സിനിമയും അഭിനയവും മാത്രമല്ല ജീവിതം, അതിനപ്പുറം ഒരു ലോകവും ഉണ്ട് എന്ന് മേഘനാഥൻ തിരിച്ചറിഞ്ഞിരുന്നു. ബാലൻ കെ നായരുടെ മകൻ ആയതുകൊണ്ടാണോ മേഘനാഥനും സിനിമയിൽ വില്ലനായി തന്നെ തുടങ്ങിയത് എന്ന് ചോദിച്ചപ്പോൾ, എന്നെ കണ്ടപ്പോൾ ആളുകൾക്ക് അങ്ങനെ തോന്നിയിരിക്കാം എന്നാണ് മേഘനാഥൻ പറഞ്ഞിരുന്നത്. ചെറുപ്പത്തിൽ പഠിക്കാൻ നല്ല ഉഴപ്പായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് ബാലൻ കെ നായർ അദ്ദേഹത്തെ മദ്രാസിൽ കൊണ്ടുപോയി ചേർത്തു. 10ാം ക്ലാസ് വരെ അവിടെ സംവിധായകൻ KG രാജശേഖരൻ സാറിനൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ വച്ചായിരുന്നു താമസമെന്ന് മേഘനാഥൻ പറഞ്ഞിരുന്നു. അവിടെ ബാലൻ കെ നായരുടെ സിനിമാ സുഹൃത്തുക്കൾ വരുമായിരുന്നു. ഒരിക്കൽ നിനക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അസ്ത്രം എന്ന സിനിമയിലൂടെയാണ് മേഘനാഥന്റെ സിനിമാ ജീവിതം തുടങ്ങിയത്. ശേഷം പഞ്ചാഗ്നിയിലെ വില്ലൻ കഥാപാത്രം അന്ന് മേഘനാഥന്റെ അറിയപ്പെടുന്ന കഥാപാത്രമായി മാറി. പിന്നീട് ആളുകളെ ഞെട്ടിച്ച നിരവധി കഥാപാത്രങ്ങൾ. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം എന്നുവേണ്ട പല താരങ്ങൾക്കും പ്രതിനായകനായി മേഘനാഥൻ സിനിമയിൽ തിളങ്ങി. 80കൾ മുതൽ സിനിമയിൽ ഉണ്ടായിരുന്നുവെങ്കിലും 60ൽ താഴെ മാത്രമാണ് മേഘനാഥൻ ചെയ്ത സിനിമകൾ. പക്ഷേ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം ശ്രദ്ധേയമായതുകൊണ്ട് ആളുകളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. കുടമാറ്റം സിനിമയുടെ സമയത്തുണ്ടായ അപകടം കുറെ നാൾ സിനിമയിൽ നിന്ന് വിട്ടുനിന്നു. എങ്കിലും അദ്ദേഹം ചെയ്ത സിനിമകൾ ഒന്നും തന്നെ ആരും മറക്കില്ല. എബ്രിൽ ഷൈൻ സംവിധാനം ചെയ്ത ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലെ കഥാപാത്രമാണ് മേഘനാഥന്റെ കരിയറിൽ ഒരു വലിയ ബ്രേക്ക് നൽകിയ മറ്റൊരു വേഷം. ചെങ്കോൽ, ചമയം, ഈ പുഴയും കടന്ന്, ഉല്ലാസപ്പൂങ്കാറ്റ്, ന്യൂസ് പേപ്പർ ബോയ്, ഒരു മറവത്തൂർ കനവ്, ക്രൈം ഫയൽ, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, ഉത്തമൻ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചു. വില്ലൻ റോളുകളിലൂടെയാണ് തുടക്കകാലത്ത് ശ്രദ്ധ നേടുന്നത്. എന്നാൽ പിന്നീട് ക്യാരക്ടർ റോളുകളിലും കയ്യടി നേടി. 2022 പുറത്തിറങ്ങിയ കൂമനാണ് അവസാനം അഭിനയിച്ച സിനിമ. സിനിമയ്ക്ക് പുറമെ സീരിയലുകളിലും അഭിനയിച്ചു. സ്നേഹാഞ്ജലി, സ്ത്രീത്വം, മേഘസന്ദേശം, ചിറ്റ തുടങ്ങിയ സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്.